ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കാത്തുകാത്തിരുന്ന നമ്മുടെ കൽപ്പാത്തി തേര് 2025 വരിക വന്നു. അപ്പം നമുക്ക് ഈ കൽപ്പാത്തി തേര് ഒരു ദിവസം പോലും നമ്മൾ മിസ് ചെയ്യാറില്ല. ഞാനും അശ്വിനും എന്നും പോകാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒട്ടും ശരീരത്തിന് അത്ര സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്, ഞാനും അശ്വിനും. അപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അശ്വിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കൽപ്പത്തേരിൻ്റെ ആ വീതിയിലൂടെ ഇങ്ങനെ നടന്ന് പോവുക, ഓരോ കപ്പലണ്ടിക്കാരെ കാണുക, അതുപോലെ വളയും മാലയും കമ്മലമൊക്കെ വെക്കുന്ന കടക്കാരെ കാണുക. അതിൻ്റെ നാല് പുറത്തും കുറേ കാഴ്ചകൾ തന്നെയുണ്ട് കാണാനായിട്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ സന്തോഷിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ കച്ചേരിയൊക്കെ കേട്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പം അശ്വിൻ എന്താണെങ്കിലും ഈ കൽപ്പാത്തി തേര് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി തേരിനൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൽപ്പാത്തി തേരിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. കൽപ്പാത്തി തേര് കാണാൻ ഇരിക്കില്ലെങ്കിലും ഈ കൽപ്പാത്തി തേര് കാണണമെന്നാണ് പറയുന്നത്. അത്രയും നല്ല രസമുള്ള ഒരു വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് കൽപ്പാത്തി തേര് ഒരിക്കൽ വലിക്കുന്നവർ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ച് കൽപ്പാത്തി തേര് വലിക്കണം എന്നാണ് പറയുന്നത്. ഞാനൊരു 3 പ്രാവശ്യം വലിച്ചിട്ടുണ്ട്. പക്ഷേ അശ്വിനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. അശ്വിന് എത്രമാത്രം ചെയ്യാൻ പറ്റും തിരക്കെന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൽപ്പാത്തി തേരിൻ്റെ വിശ്വസം ഞാൻ അറിയിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും പാലക്കാട്ടേക്ക് ഇനി പോരൂ. കൽപ്പാത്തി തേര് കണ്ട് തിരിച്ച് സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഭയങ്കര സന്തോഷം തരുന്നതാണ് കേട്ടോ കൽപ്പാത്തി തേര്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങളെല്ലാവരെയും അശ്വിനെ പോലുള്ളവരെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.